ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ലോങ് വീഡിയോ ആണ്. സോ നമ്മൾ ഈ ലോങ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് നമ്മുടെ ഈദ് പ്രിപ്പറേഷൻസും അതുപോലെ തന്നെ ഈദ് ഡേൻ്റെ വ്ളോഗും കാര്യങ്ങളാണ്. മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും, പക്ഷേ കമൻറ്റും സബ്സ്ക്രൈബും ലൈക്കും മറക്കാതെ ചെയ്തു കേട്ടോ. പിന്നെ ഇന്നത്തെ വ്ളോഗിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പണിയെടുക്കാത്തവരൊക്കെ പണിയെടുക്കണ ദിവസം. പിന്നെ അമ്മ പറഞ്ഞിരിക്കണേ അടുക്കള കയറിക്കോളി ഉണ്ടാക്കിക്കോളി, അതൊന്നും ഒരു വിഷയമല്ല. തന്ന അടുക്കള തിരിച്ചു കൊടുത്തി, അതുപോലെ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ഇപ്പോഴെന്നെ അടുക്കളയിൽ കയറിയിട്ട് തകർത്തി ഉണ്ടാക്കാൻ പോകുന്ന സാധനത്തിൻ്റെ പേരാണ് ഉന്നക്കായ. സോ നമ്മളിപ്പോൾ പഴം ആവി കയറ്റാൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, മൈലാഞ്ചിട്ട കയ്യുണ്ടോ ഗൈസ്? നമ്മളെ പഴം നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. ഇത് കറിക്കുള്ളതാണ് ഗൈസ്. ഞാൻ സംഭവം കാര്യമായിട്ട് തേങ്ങ ഒക്കെ ചിരകിണ്ട്. കുറേ സമയം എടുത്തിട്ടാണ് ഇത്രയെങ്കിലും ചിരകിയത്. കൈ പൊള്ളി ഉണ്ടല്ലോ, ഇനി ആരും അതുപോലെ ചെയ്യാൻ നിൽക്കണ്ട. ഞാനൊരു ആക്രാന്തത്തിലെടുത്ത് ആക്കിയതാണ്, കൈ പൊള്ളി കിട്ടി. പിന്നെ പഴത്തിനൊക്കെ കൊല്ല ചെയ്യായിരുന്നു ഞാൻ. ആഹാ, ഒരു പഴത്തിന് എങ്ങനെയൊക്കെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പാവം അതിൻ്റെ ഒരു കോലായത് നോക്കി നിങ്ങൾ, പാവണ്ടല്ലേ. പക്ഷെ തിന്നുമ്പോൾ ഈ ഒരു കാര്യം എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. ബിക്കോസ് നമുക്ക് വിശപ്പാണല്ലോ പ്രധാനം. ബുൾസൈ കാണാൻ നല്ല രസമില്ലേ? നന്നൂന് ഞാനത് ചിക്കിപ്പരത്തിയപ്പോൾ ഭയങ്കര പ്രശ്നം. എന്തിനാ അങ്ങനെ ആക്കിയത്, അതങ്ങനെ രസം. അതാ വരുന്നത്, ഞാൻ മണിക്കൂറോളം കഷ്ടപ്പെട്ട് ചിരകിയ തേങ്ങ. എന്താ മുഞ്ച് കാണാൻ. ഓ നോക്കിയാട്ടെ. ഇനി നിങ്ങൾ കാണാൻ പോണത് ഫുൾ ഓഫ് ടാലൻ്റാണ്. ആദ്യമായിട്ട് ഉന്നക്കായ ഉണ്ടാക്കുന്ന സീനുകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, മനസ്സിലായോ? ഓ ഓ ഓ ശുക്രോ അടിച്ച് ശുക്രോ. ഉണ്ടയാക്കുന്നു, പരത്തുന്നു, നിറയ്ക്കുന്നു, പൊയ്ക്കുന്നു, ഷേപ്പിലാക്കുന്ന. ഷേപ്പൊക്കെ കിട്ടിയ കഥ നിങ്ങൾ കാണണം, നേരിട്ട് കാണേണ്ടിയും. ഓ എന്നാലും മുഞ്ചുണ്ട്. പൊരിക്കുമ്പോഴും തിന്നുമ്പോഴും ഉണ്ടായാൽ മതി അല്ലേ? ഞാൻ ഇത്രയാക്കി കഴിച്ചു, ഇത്രയും എത്തി. അപ്പം നമുക്ക് കുറച്ച് മൈലാഞ്ചിയൊക്കെ ആവാം അല്ലേ? വലിയ കാര്യമായിട്ടൊന്നുമില്ല, തൊപ്പിയും ചെറിയ ചെറിയ ഡിസൈൻസും. അതാണ് എപ്പോഴും സുഖം. എനിക്കത്രേ അറിയുള്ളൂ, അതുകൊണ്ടാണ്. ഉള്ളി അരിയാനും അതുപോലെ നാളെ ബിരിയാണിക്കുള്ള കുറച്ച് കാര്യങ്ങളും അതുപോലെ സ്നാക്സിൻ്റെ ഒക്കെ കുറച്ച് പണിയുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ മെഹന്തിയൊക്കെ ഇട്ട് നമ്മൾ 1:05 എടുക്കാൻ പോവാണ് ഗൈസ്. ഓക്കെ, അപ്പം നാളെ രാവിലെ കാണാം. ഞങ്ങൾ എണീക്കാൻ ലേശം ലേറ്റായി, പക്ഷേ ഉമ്മ ഉന്നക്കായും പരിപാടിയൊക്കെ വെങ്കയച്ച് വെച്ചു. ഞാനാണെങ്കിൽ ബെഡൊക്കെ ക്ലീൻ ചെയ്തു, കുളിച്ച് ഫ്രഷായി ഡ്രസ്സൊക്കെ ഇട്ട് വന്നു. നോക്കൂ ഉന്നക്കായ, നോക്കൂ ഗൈസ്. ദാറ്റ്സ് അരിപ്പത്തിരി മൈ ഫേവറേറ്റ്. ഇത് ഇറച്ചി കേക്കാണ്. ക്യാരറ്റും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടാക്കിയ, ചിക്കനൊക്കെ ഇട്ടിട്ടുണ്ടാക്കിയ ഇറച്ചി കേക്കാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എൻ്റെ അമ്മേൻ്റെ സ്പെഷ്യൽ ഇഷ്ടമാണ് ഗൈസ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ എപ്പോഴും ഫലൂദ ആയിരുന്നു, അതുകൊണ്ട് നമ്മൾ ഇപ്രാവശ്യം ക്യാരറ്റ് പായസമാക്കി. പിന്നെ നമ്മൾ കഴിക്കുന്നു, കഴിച്ചുകൊണ്ടിരിക്കുന്നു. ബിരിയാണി പരിപാടിയിലേക്ക് നീങ്ങുന്നു, ഇടയിൽ കഴിക്കുന്നു, ഉള്ളി അരിയുന്നു, കരിയുന്നു, എല്ലാം ഉണ്ടായിരുന്നു. തകൃതിയായിരുന്നു. പിന്നെ ഞങ്ങൾ 2 റീലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സെറ്റായി നിന്നാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചോറ് തന്നു, ബിരിയാണി. ഇറ്റ് വാസ് സോ ഗുഡ് ആൻഡ് യമ്മി. ഇറ്റ് വാസ് സ്ക്രംഷ്യസ്. ലെന്നു അങ്ങനെയുണ്ട്, കുറിച്ചിട്ട് പറയും. സൂപ്പർ. സോ അത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വ്ളോഗ്. ബാക്കിയൊക്കെ എത്താത്തയും കുട്ടികളൊക്കെ വരണം, എന്നിട്ടായിരിക്കും ബാക്കി പരിപാടിയും കാര്യങ്ങളൊക്കെ. അവർ വന്നാലാണ് എൻജോയ്മെൻറ്റ്. സോ നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് കമൻറ്റൊക്കെ ചെയ്യുക. ആൻഡ് എല്ലാവർക്കും അസ്സലാമു അലൈക്കും.